നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഇന്ത്യ. പാകിസ്ഥാനെ തളർത്താൻ നയതന്ത്ര ഉപരോധ നടപടികളാണ് ഇന്ത്യയുടെ ആദ്യഘട്ട നീക്കം. അതിർത്തിയിൽ അതീവ ജാഗ്രത പാലിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാന് മീതെ നടത്തിയ നയതന്ത്ര പ്രഹരങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ആദ്യഘട്ടത്തിൽ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു എന്നുള്ള കാര്യമാണ്. 1960 ഉണ്ടാക്കിയ ഈ ഉടമ്പടി ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദീജലം ഇന്ത്യ തടയാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഉടമ്പടിയാണ്. ഇതിപ്പോൾ ഇന്ത്യ മരവിപ്പിച്ച സ്ഥിതിക്ക് ആ ഭാഗത്തൊരു ഡാം കെട്ടിയോ മറ്റെന്തെങ്കിലും തടയണ വെച്ചോ ഇന്ത്യക്ക് വേണമെങ്കിൽ ആ വെള്ളം തടയാം. അങ്ങനെ പാകിസ്ഥാനിലൊരു വരൾച്ച അടക്കമുണ്ടാകുന്നൊരവസ്ഥ ഉണ്ടായേക്കാം. എന്ന് പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുന്നുവോ അതുവരെ ഈ ഉടമ്പടി മരവിപ്പിച്ച നടപടി തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് അട്ടാരി അതിർത്തി അടച്ചിരിക്കുന്നു. ഈ പുൽവാമയ്ക്കെല്ലാം ശേഷം തന്നെ അട്ടാരിയിലേക്കും വാഗയിലേക്കുമുള്ള ജനത്തിൻ്റെ ഒഴുക്ക് കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. മാത്രമല്ല ഒരു അതിർത്തി മേഖല എന്നുള്ളതിനുപരി അവിടെ വലിയ രീതിയിലുള്ള വ്യാപാരം നടന്നു, വിനോദസഞ്ചാര മേഖലയായി മാറിയിരുന്നു. ഇതിനെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതായത് കൃത്യമായി പാകിസ്ഥാനെ എക്കണോമിക്കലായും പൊളിറ്റിക്കലായും എല്ലാം നിർവീര്യപ്പെടുത്തുക, പ്രതിരോധിക്കുക എന്നുള്ള നടപടിയിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ട്. പാകിസ്ഥാൻ പൗരന്മാർക്ക് എന്തായാലും വിസ നൽകില്ല. ഇതിനോടകം തന്നെ വാലിഡ് ഡോക്യുമെൻസുമായി ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ അടുത്ത ഒരാഴ്ചയ്ക്കകം തന്നെ ഇന്ത്യ വിടണം എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ പൗരന്മാർക്കൊരു യാത്രാ വിലക്ക് കൂടി ഇന്ത്യ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതുതായി അപേക്ഷിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് ആർക്കും ഇന്ത്യൻ വിസ നൽകില്ല. മറ്റൊന്ന് സാർക്ക് വിസയാണ്. സാർക്ക് ഉടമ്പടി പ്രകാരമുള്ള അല്ലെങ്കിൽ സാർക്ക് ഉടമ്പടിയോട് നേരത്തെ തന്നെ ഇന്ത്യ ഒരു മുഖം തിരിക്കുന്ന നിലപാട് ഈ പുൽവാമയ്ക്കും ഉറുക്കുമെല്ലാം ശേഷം എടുത്തിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും സാർക്കിനോട് മുഖം തിരിക്കുന്ന നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. സാർക്ക് ഉടമ്പടി പ്രകാരം ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ അടുത്ത 48 മണിക്കൂറിനകം തന്നെ ഇന്ത്യ വിടണം എന്നുള്ള കർശന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ സാർക്ക് വിസകൾ നൽകുകയുമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്ര ഓഫീസുകളെ സംബന്ധിച്ചാണ് മറ്റു പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പ്രതിരോധ അറ്റാഷേമാരെ പുറത്താക്കുന്നു എന്ന് ഇന്ത്യ അറിയിച്ചിരിക്കുന്നു. ഇവർ മെയ് 1 തന്നെ ഇന്ത്യ വിടണം. അതുപോലെ തന്നെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലുള്ള അറ്റാഷേമാരെയും തിരിച്ചു വിളിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം രണ്ടിടത്തെയും ഇസ്ലാമാബാദിലെയും ഡൽഹിയിലെയും ഹൈക്കമ്മീഷനുകൾ ഇന്ത്യ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുകളുടെ അംഗബലം വെട്ടിച്ചുരുക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. 55 പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് 30ലേക്ക് ചുരുക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതീവ ജാഗ്രതയിൽ നിൽക്കാൻ സേനയോട് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര മന്ത്രിസഭ. 26 പേരുടെ മരണമാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 25 പേരും ഇന്ത്യക്കാരാണ്. ഒരാൾ നേപ്പാൾ പൗരനാണ്.